إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله അല്ലാഹുവിൻ്റെ അടിമകളെ, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ നിഅമത്ത് ഹിദായത്ത് നൽകുക എന്നുള്ളത്, അഥവാ ശരിയായ മാർഗം സിറാത്തുൽ മുസ്തഖീമിൽ ആ മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. അതിലായി ജീവിക്കുകയും അതിലായിട്ട് മരിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നിഅമത്ത് അവന് ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹിദായത്തിന് വേണ്ടി നിരന്തരം ദുആ ചെയ്യാനും അത് ലഭിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും പണിയെടുക്കാനും നമ്മോട് പലപ്പോഴും ഉപദേശിച്ച നിർദ്ദേശിച്ച ആയാത്തുകൾ, അവന്റെ പ്രവാചകന്റെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ മഹത്തായ നിഅമത്ത് ഒരു മനുഷ്യൻ അവന്റെ അനാസ്ഥ കാരണം, അവന്റെ തെറ്റായ പ്രവർത്തന രീതികൾ കാരണം ഈ മഹത്തായ നിഅമത്ത് ഒരു പക്ഷേ അവന് കളഞ്ഞുകൊളിക്കാൻ സാധ്യതയുണ്ട്, നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ശരിയായ ആ മൻഹജിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. ചില ആളുകൾക്കത് ലഭിക്കുക പോലുമില്ല. ഇത്ര വലിയ നിഅമത്ത് ലഭിക്കാതെ എന്താണെന്ന് അറിയാതെ ഈ ലോകത്ത് വന്ന് ഇവിടെ നിന്ന് മരിച്ചു പിരിഞ്ഞു പോകുന്ന ഹതഭാഗ്യരായ എത്രയോ ആളുകളുണ്ട്. ചില ആളുകൾക്ക് അല്ലാഹുവിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അത് നൽകിയിട്ട് അവരുടെ കയ്യിലിരിപ്പ് കാരണം, അവരുടെ അനാസ്ഥയും വീഴ്ചയും കാരണം അത് നഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുമുണ്ട്. അത് കളഞ്ഞു കുളിക്കാതെ, നഷ്ടപ്പെടാതെ അതിലായി ജീവിച്ച് അതിലായിട്ട് മരിക്കാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞാൽ അവൻ വിജയിച്ചു, ഈ ലോകത്തും പരലോകത്തും. അതൊരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവൻ പരാജയപ്പെട്ടവനാണ്. ഒരാളുടെ പ്രവൃത്തി കാരണം അത് നഷ്ടപ്പെടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഈ ഖുത്ബയിൽ കൂടെ നിങ്ങളെ ഉണർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹത്തായ നിഅമത്തായ ഹിദായത്ത് അത് ലഭിക്കാതെ പോകാൻ, അതല്ലെങ്കിൽ കിട്ടിയത് നഷ്ടപ്പെട്ടു പോകാനുള്ള ഏറ്റവും വലിയ ഒരു കാരണം പരിശുദ്ധ ഖുർആനിൽ നിന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ നിന്നും അകലുക എന്നുള്ളതാണ്. അതിൽ നിന്ന് എത്രത്തോളം ഒരു മനുഷ്യൻ അകന്നു പോകുന്നു, ഖുർആനിൽ നിന്ന് എത്ര അകന്നു പോകുന്നു, പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് എത്രത്തോളം, അധ്യാപനങ്ങളിൽ നിന്ന് എത്രത്തോളം ഒരാൾ അകന്നു നിൽക്കുന്നു, അതിനനുസരിച്ച് ആ വ്യക്തിയുടെ ഹിദായത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനും സുന്നത്തിലേക്ക് തിരിഞ്ഞു നോക്കുക തന്നെ ചെയ്യാത്ത ആളുകൾ അത് കേൾക്കാനും പഠിക്കാനും അതിനെ പിന്തുടരാനും അത് ജീവിതത്തിൽ മാതൃകയാക്കാൻ തയ്യാറാകാത്ത ആളുകൾ പൂർണ്ണമായി ഹിദായത്ത് ലഭിക്കാതെ പോകുന്നവരായിരിക്കും. നേരെ മറിച്ച് അല്പസ്വല്പമൊക്കെ അത് കേൾക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത്, പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ ആവശ്യമുള്ള നിലക്ക് അത് അവന്റെ ജീവിതത്തിൽ പകർത്താതെ അവന്റെ ഹിദായത്തിൽ അവന് ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടേയിരിക്കും. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനെ നമുക്ക് ഇറക്കി തന്നത് ഹിദായത്തായിക്കൊണ്ടാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. പരിശുദ്ധ ഖുർആനിന്റെ തുടക്കത്തിൽ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം എന്ന് പറഞ്ഞതിന്റെ ശേഷം പറഞ്ഞത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. അള്ളാഹുവിന്റെ നിയമങ്ങളും അധ്യാപനങ്ങളും കേൾക്കാനും ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും തയ്യാറുള്ള അടിമകൾക്ക് ഹിദായത്താണത് എന്ന്.
അപ്പൊ അള്ളാഹുവിന്റെ നിയമങ്ങൾ കേൾക്കാനും പഠിച്ച് ജീവിതത്തിൽ പകർത്താനും തയ്യാറില്ലാത്തവർക്ക് ഖുർആൻ ലഭിക്കുകയില്ല, ഹിദായത്ത് അവർക്കില്ല എന്നുള്ളതാണ്. ആ ഖുർആനിലേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറല്ലാത്ത ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുകയില്ല എന്ന്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ, അതിൽ യാതൊരു സംശയവുമില്ല. ആരും അതിൽ സംശയിച്ചു നിൽക്കുകയും വേണ്ട. ഖുർആനിലേക്ക് തിരിഞ്ഞു നോക്കാതെ, അത് പഠിച്ച് ജീവിതത്തിൽ പകർത്താതെ, അതിലുള്ള അധ്യാപനങ്ങൾക്ക് വില കൽപ്പിക്കാതെ, ഹിദായത്തുള്ള ആളാണ്, ഈമാനും തഖ്വയുമുള്ളവനാണ് എന്നാരും വിചാരിച്ചു പോവുകയേ വേണ്ട. ലാ റൈബ ഫീ, അതിൽ യാതൊരു സംശയവുമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, അള്ളാഹു കൽപ്പിച്ച നിർബന്ധമാക്കിയ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്താൻ അനുസരിക്കാൻ തയ്യാറുള്ള, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിന് പാടെ ഒഴിവാക്കി അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറുള്ള അവർക്ക് ഹിദായത്താണ്. അവർക്ക് ഈ ഖുർആനിന്റെ അധ്യാപനങ്ങൾ അവന് വഴികാട്ടിയായിരിക്കും. അള്ളാഹു പരിശുദ്ധമായ ഖുർആനെ പല രൂപത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വകദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യൻ ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ വതുൻദിറ യൗമൽ ജം. പരിശുദ്ധമായ ഖുർആൻ, അറബി ഭാഷയിലുള്ള ഖുർആനെ നാം നിങ്ങളിലേക്ക് സന്ദേശമായി നൽകിയത് നിങ്ങൾക്കും മക്കയിലും അതിന്റെ ചുറ്റുവട്ടത്തുമുള്ള ലോകത്തുള്ള ആളുകൾക്ക് താക്കീതായിക്കൊണ്ടാണ്. തെറ്റുകളിലേക്ക് പോകുന്ന, അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ശരീരത്തിന് കടിഞ്ഞാണിട്ട് നിർത്താൻ ഈ പരിശുദ്ധമായ ഖുർആന്റെ അധ്യാപനങ്ങൾ അനിവാര്യമാണ്. ആ ഖുർആൻ അവനെ തെറ്റായ കാര്യങ്ങളിലേക്ക് അവന്റെ മനസ്സും ശരീരവും പോകുമ്പോൾ തടഞ്ഞു നിർത്താൻ പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങളും കൽപ്പനകളും വിധിവിലക്കുകളും അത് അത്യന്താപേക്ഷിതമാണ്. അതൊരാൾ തിരിഞ്ഞു നോക്കാതെ അവന്റെ ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ, നല്ല സിറാത്തുൽ മുസ്തഖീമിൽ കൂടെ അതിനെ സഞ്ചരിപ്പിക്കാൻ ഒരു വ്യക്തിക്ക് സാധ്യമാവുകയില്ല. വേറൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ. പരിശുദ്ധ ഖുർആനിലെ ജീവൻ, ആത്മാവ് എന്നാണ് ഈ ആയത്തിൽ കൂടെ അല്ലാഹു വിശേഷിപ്പിച്ചത്. അതില്ലാത്ത, ആ ഖുർആനുമായി ബന്ധമില്ലാത്ത മനുഷ്യൻ മരണതുല്യനാണ്, മയ്യത്തിനെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് നമ്മുടെ റൂഹിനെ, ഈ ഖുർആനെ നാം വഹയായിട്ട് നൽകി. മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ. ഈ ഖുർആന് വഹയി നൽകുന്നതിന്റെ മുമ്പ് ശരിയായി കൃത്യമായി ഇപ്പൊ നിങ്ങൾക്കുള്ളത് പോലത്തെ വ്യക്തമായ ഒരു അറിവ് നിങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഖുർആൻ ഒരാളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, വിശ്വാസം എന്താണ്, എന്തൊക്കെയാണ് ഞാൻ വിശ്വാസവും ആദർശവുമായി കൊണ്ടു നടക്കേണ്ടത് അറിയുകയില്ല ഒരു വ്യക്തിക്ക്. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അറിയുകയില്ല. മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന. പക്ഷേ ഈ പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രകാശതുല്യമായി ഇരുൾമുട്ടിയ ഈ ലോകത്ത്, അന്ധകാരത്തിന്റെ ഈ ലോകത്ത്, ഫിത്നകളുടെയും കുഴപ്പങ്ങളുടെയും ലോകത്ത്, ശരിയായ വഴി അറിയാതെ, ദിശ അറിയാതെ തെറ്റിപ്പോകുന്ന ആളുകളുടെ ആൾക്കൂട്ടങ്ങളുള്ള ഈ ലോകത്ത് ഒരു പ്രകാശതുല്യമായി കൊണ്ടാണ് ഈ പരിശുദ്ധ ഖുർആനെ നാം നിങ്ങൾക്ക് നൽകിയത്. അള്ളാഹു ഹിദായത്തും നന്മയും വിജയവും ഉദ്ദേശിച്ച ആളുകൾക്ക് ഇത് പ്രകാശമായിരിക്കും. ഈ പരിശുദ്ധമായ ഖുർആനിന്റെ വെളിച്ചത്തിലാണ് ഈ ലോകത്ത് അവർ ജീവിക്കുക. ആ വെളിച്ചവും പ്രകാശവും ഇല്ലാത്ത ഈ ലോകത്താണ്. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണം, ഏതാണ് ശരിയായ വഴി എന്ന് അറിയാത്ത ആളുകളായിരിക്കും. വലാകിൻ നഹ്ദി ബിഹി മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന. നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്ന ബഹുമാന ആദരവിന് അർഹരുള്ള, അള്ളാഹുവിന്റെ കണ്ണിൽ വിലയും നിലയുമുള്ള ആളുകൾ, അള്ളാഹു ബഹുമാന ആദരവിന് കണക്കാക്കിയ ആളുകൾ, അതിന് നമ്മുടെ അടുത്തുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ദുആകളും നമ്മുടെ ശ്രമങ്ങളും ആവശ്യമാണ് താനും. അങ്ങനത്തെ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഹിദായത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കും. അപ്പൊ ഈ ഖുർആനുമായി ബന്ധമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അവന് ഹിദായത്തുണ്ട് എന്നൊരിക്കലും വ്യാമോഹിക്കരുതേ, ഒരിക്കലും തെറ്റിദ്ധരിക്കരുതേ. അവൻ ശരിയായ സിറാത്തുൽ മുസ്തഖീമിലാണ് എന്ന് ധരിക്കരുതേ. അപകടത്തിൽ ചെന്നു ചാടും, പരാജയപ്പെടും. വേറെ ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. പ്രവാചകരെ, നിങ്ങൾ ശരിയായ മാർഗത്തിലേക്കാണ് ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുന്നത്, ആ വഴിയിലേക്കാണ് നിങ്ങൾ ആളുകൾക്ക് വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകന്റെ സുന്നത്തുമായി ബന്ധമില്ലെങ്കിൽ, അത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും താല്പര്യമില്ലെങ്കിൽ സിറാത്തുൽ മുസ്തഖീം ലഭിച്ചു, അതിലാണ് എന്ന് ആരും നമ്മൾ വിചാരിച്ചു പോകരുത്. പരിശുദ്ധമായ ഖുർആനിൽ നിന്നും
പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും എത്രത്തോളം ഒരാൾ അകലത്തിലാണോ ആ മനുഷ്യന്റെ ഹിദായത്തും അതുപോലെ ശോഷിച്ചതായിരിക്കും. അവനൊരു പക്ഷെ അത് കളഞ്ഞു കുളിച്ചതായിരിക്കും. ഇങ്ങനെ ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ കുറിച്ച് ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന രോഗശാന്തിയാണ് അവരുടെ ശരീരങ്ങൾക്കും അവരുടെ മനസ്സുകൾക്കും അനുഭവപ്പെടുന്ന ഏതൊക്കെ വിപത്തുകളുണ്ടോ, ശാരീരികമായ അസുഖങ്ങളാണെങ്കിലും മനസ്സിൽ വരുന്ന ആശയക്കുഴപ്പങ്ങളും ഫിത്തനകളുമാണെങ്കിലും തെറ്റായ തോന്നലുകളും ധാരണകളുമാണെങ്കിലും അറിവില്ലായ്മയും വിഡ്ഢിത്തരവുമാണെങ്കിലും ഏതേത് കാര്യങ്ങൾ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്ന എല്ലാവിധ അസുഖങ്ങൾക്കും ശാന്തിയാണ്, ശമനമാണ് പരിശുദ്ധമായ ഖുർആൻ. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ആളുകൾക്ക് ഇത് കാരുണ്യമാണ്, അല്ലാത്ത ആളുകൾക്ക് ശിക്ഷയുമായിരിക്കും. ഈ ഖുർആൻ ഇല്ലാതെ ഈ ലോകത്തും പരലോകത്തും ഇടുങ്ങി കുടുങ്ങിയ ദുരിതപൂർണമായ ജീവിതത്തിന്റെ ഉടമകളായിരിക്കും. മൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക. എന്റെ പരിശുദ്ധമായ ഖുർആനും അധ്യാപനങ്ങളും അത് സ്വീകരിക്കാതെ പുറംതിരിഞ്ഞു പോകുന്ന ആളുകളാണെങ്കിൽ ഫഇന്ന ലഹു മഈശതൻ ലങ്ക, അല്ലാഹു പറയുന്നത് അങ്ങനെ, അവന് ഇടുങ്ങിയ പ്രയാസകരമായ ജീവിതം ഈ ലോകത്തും പരലോകത്തും അങ്ങനെയായിരിക്കും. ഭൗതികമായ എന്ത് തന്നെ നേട്ടങ്ങളും വിശാലതയും അനുഗ്രഹങ്ങളും ഉണ്ട് എന്ന് കണ്ടാലും അവന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു പ്രയാസവും ഒരു ഇടുക്കവും എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥ്യവും അവൻ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അന്ധനായിട്ട് ഖിയാമത്ത് നാളിൽ അവനെ നാം യാത്രയാക്കും. അവൻ പറയും അവിടെ പരലോകത്ത് അല്ലാഹുവിനോട് പരിഭവം പറയും, ദുന്യാവിൽ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നു, കാണാൻ ശരിക്ക് വഴി മനസ്സിലാകുന്ന അവസ്ഥയിലായിരുന്നു, എന്തുകൊണ്ട് നീ എന്നെ അന്ധനായിട്ട് ഇവിടെ യാത്രയാക്കി ഖിയാമത്ത് നാളിൽ ഇവിടെ കൊണ്ടുവന്നു? എന്റെ ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധ ഖുർആനും അധ്യാപനങ്ങളും വഴി കാട്ടിക്കൊണ്ട് ശരിയായ സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ അടുക്കലേക്ക് വന്നിരുന്നു. അന്ന് നീ അതിനെ വിസ്മരിച്ചു, തിരിഞ്ഞു നോക്കിയില്ല. അതിൽ നിന്ന് ഉത്ബോധനങ്ങളും പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വരാൻ നീ ശ്രമിച്ചില്ല. വകദാലികൽ യൗമ തുൻസാ, അപ്രകാരം അന്ധനാക്കി ഇന്ന് നിന്നെ വിസ്മരിക്കപ്പെടും. നിന്നെ തിരിഞ്ഞു നോക്കാൻ, നിനക്ക് ശരിയായ സ്വർഗത്തിലേക്കുള്ള വഴി കാണാനുള്ള സാഹചര്യവും അവസരവുമില്ല എന്ന് അള്ളാഹു അവനോട് പറയും. പരിശുദ്ധ ഖുർആനിൽ ഇത് പറയുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു ഹിദായത്തും ശിഫയും റഹ്മത്തും പ്രകാശവും അങ്ങനെ നൽകിയ ഈ പരിശുദ്ധമായ ഖുർആൻ ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ, അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തയ്യാറല്ലെങ്കിൽ അവനൊരിക്കലും ഹിദായത്ത് ലഭിച്ച വ്യക്തിയായി തീരാൻ സാധ്യമല്ല. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ ഖുർആനിനെ ഒരാൾ വിസ്മരിക്കുന്നതിന്റെ പല രൂപങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ ഖിയാമത്ത് നാളിൽ പറയും, വഖാല റസൂലു യാ റബ്ബ് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പ്രവാചകൻ അല്ലാഹുവിനോട് പരിഭവം പറയും, അല്ലാഹുവേ, എന്റെ ജനങ്ങള് ഈ ഖുർആനിനെ അവര് ഒഴിവാക്കി കളഞ്ഞു, സ്വീകരിക്കാതെ അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ തള്ളിക്കളഞ്ഞു എന്ന് പരിഭവം പറയും. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ഖുർആനിനെ ഒഴിവാക്കുന്നതിന്റെ ഒരു 4-5 രൂപങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തേതായിട്ട് അദ്ദേഹം പറയുന്നത് ഹജ്റു സമാഇഹി വൽ ഇസ്ഗാഇ ഇലൈഹി വഹജ്റു തിലാവത്തി. അതിന്റെ ഓരോരുത്തരും പരിശോധിച്ചു നോക്കും, ഓരോ ദിവസങ്ങളിൽ എത്ര നാം ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, നമുക്കതിന് എത്ര സമയം കിട്ടുന്നുണ്ട് എന്ന്. ആ ഖുർആനിന്റെ പാരായണത്തിനും അതിലേക്ക് നോക്കാനും സമയമില്ലാത്ത പലരും നേരം പുലർന്ന സമയത്ത് തന്നെ ന്യൂസ് പേപ്പർ നോക്കണമെങ്കിൽ അവന്റെ വാട്സപ്പുകളിലും അവന്റെ ചാറ്റുകളിലും സോഷ്യൽ മീഡിയയിലും നോക്കാൻ അവന് സമയമുണ്ടെങ്കിൽ, അവന്റെ മറ്റുള്ള ഭൗതികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും മറ്റും അവന് സമയം കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം ഖുർആനിലേക്ക് എത്ര പ്രാവശ്യം നോക്കാൻ, എത്ര പാരായണം ചെയ്യാൻ നാം ഓരോരുത്തർക്കും സമയം ലഭിച്ചു പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ ഹിദായത്തിന്റെ അളവ് നമുക്കതുകൊണ്ട് മനസ്സിലാകാവുന്നതുമാണ്. രണ്ടാമതായി കൊണ്ട് അദ്ദേഹം പറയുന്നത് അൽ അമലു ബിഹി ഹജ്റുൽ അമലി ബിഹി വൽ വുഖൂഫി ഇൻദ ഹലാലിഹി വഹറാമിഹി. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അധ്യാപനങ്ങൾ അനുസരിച്ച്, അതിൽ പറഞ്ഞ ഹലാലുകൾ ഹലാലായി സ്വീകരിച്ച്, അതിൽ പറഞ്ഞ നിഷിദ്ധമായ കാര്യങ്ങൾ ഹറാമായി ഒഴിവാക്കിക്കൊണ്ട്, ആ പറഞ്ഞ നിയമങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പാലിച്ചുകൊണ്ട് ആ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നത് ഒഴിവാക്കുക. ഇന്ന് നാം ഓരോരുത്തരും ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ നിയമം എന്താണ് എന്ന് പരിശോധിച്ചുകൊണ്ടാണോ ചെയ്യുന്നത്?
അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളും അധ്യാപനങ്ങളും എന്താണോ എന്ന് മുസ്ലിമീങ്ങൾ എത്രത്തോളം പരിശോധിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. മൂന്നാമതായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഹജ്റു തഹ്കീമിഹി വതഹാകുമി ഇലൈഹി ഫീ ഉസൂലിദ്ദീനി വഫുറൂഇഹി, വിശ്വാസപരമായ കാര്യങ്ങളും മറ്റു നമ്മളെ ഖുർആനിൽ ഇതിന്റെ വിധി എന്താണ്, പ്രവാചകന്റെ സുന്നത്തിൽ ഇതിന്റെ നിയമം എന്താണ്, അള്ളാഹും റസൂലും ഈ വിഷയത്തിലെടുത്ത തീരുമാനം നിലപാടെന്താണ്, അത് പരിശോധിക്കുന്ന കാര്യത്തിൽ അതിന് തയ്യാറാകാതെ ആ കാര്യത്തിൽ ഒഴിവാക്കി ബൗദ്ധികമായ ആളുകൾ ഉണ്ടാക്കുന്ന നിയമങ്ങളും നിയമാവലികൾക്കും പ്രാധാന്യവും അതിന് ഗൗരവവും കൊടുത്തുകൊണ്ട് അതിലേക്ക് തിരിയുന്ന ആളുകൾ ഖുർആനെ ഒഴിവാക്കുന്നവരാണ്. പിന്നെ മറ്റൊരു കാര്യം ഹജ്റു തദബ്ബുരിഹി വതഫഹുമിഹി വമഅരിഫതു മാ അറാദൽ മുതകല്ലിമു ബിഹി സുബ്ഹാനഹു വതആല. പരിശുദ്ധ ഖുർആൻ സംസാരിച്ചത് അല്ലാഹുവാണ്, അത് അവന്റെ കലാമാണ്. ആ അല്ലാഹു ഈ ഓരോ വചനങ്ങളിലും ആയത്തുകൾ എന്താണ് ഉദ്ദേശിച്ചത്, ശരിയായ അർത്ഥം ആശയം എന്താണത് ചിന്തിക്കാൻ, അതിൽ ഉത്ബുദ്ധരാവാൻ ഉറ്റാലോചിക്കാൻ തയ്യാറാകാതെ ഏറി വന്നാൽ കുറച്ചങ്ങോട്ട് പാരായണം ചെയ്തു പോകുക എന്ന് മാത്രം. അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ആശയം എന്താണ്, അള്ളാഹു അതിൽ നിന്ന് ഞാൻ എങ്ങനെയാവണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ പറയുന്ന ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മറ്റൊരു രൂപത്തിൽ ഒരു നിലക്ക് ഖുർആനെ ഒഴിവാക്കുന്ന മറ്റൊരു രൂപം ഹജ്റുൽ ഇസ്തിശ്ഫായി വത്തദാവി ബിഹി ഫി ജമീഇ അംറാദിൽ ഖുലൂബി വൽ അബ്ദാൻ. മനുഷ്യരായ നമ്മൾ അഭിമുഖീകരിക്കുന്ന നേരിടുന്ന നമുക്ക് വരുന്ന ശാരീരികമായ മാനസികമായ നമ്മുടെ പ്രയാസങ്ങൾക്ക് ശമനം തേടാൻ ഈ ഖുർആനെ ഉപയോഗപ്പെടുത്തുക. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞ മഹത്തായ അധ്യാപനങ്ങൾ കൊണ്ട് മന്ത്രിച്ചുകൊണ്ട് നാം നേരിടുന്ന ശാരീരിക മാനസികമായ അസുഖങ്ങൾക്കുള്ള ശമനം തേടുക എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആനെ ബഹുമാനിച്ചാദരിക്കുന്ന അതിനെ അമലാക്കുന്നതിൽപ്പെട്ടതാണ്. ഇന്ന് ആളുകൾ ആ പറയുന്ന കാര്യത്തിൽ എത്രത്തോളം അകലത്തിലാണ് എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല ജാതി അസ്വസ്ഥങ്ങളും രോഗങ്ങളും, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പല ജാതി അസ്വസ്ഥങ്ങളും രോഗങ്ങളും ഉത്കണ്ഠകളും പേടികളും അസ്വസ്ഥങ്ങളും ചിന്തകളും ടെൻഷനുകളും പരിശുദ്ധമായ ഖുർആനിലേക്ക് നാം മുന്നിടുന്ന വശം, അതിൽ നിന്ന് ശമനം തേടുന്ന വശം, അള്ളാഹുവിന്റെ ഈ കലാമ് നമുക്ക് പ്രതിവിധിയായി ഉണ്ടാകും, അതിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കും സഹാബത്ത് അവർക്ക് നേരിടുന്ന വിഷയങ്ങളിൽ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയും ആയത്തുൽ കുർസിയും അതേപോലെ തന്നെ അൽ മുഅവ്വിദതൈനി വൽ ഇഖ്ലാസ് പോലത്തെ സൂറത്തുകളും പരിശുദ്ധ ഖുർആന് മൊത്തത്തിൽ അത് പാരായണം ചെയ്തുകൊണ്ട് അവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം തേടിയത്. ഇന്ന് നമ്മൾ ആ വിഷയത്തിൽ എത്രത്തോളം അകലത്തിലാണ്, എത്രത്തോളം അടുപ്പത്തിലാണ് നമുക്ക് പരിശോധിക്കുന്നവ. ഈ നിലക്ക് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ആളുകൾ എത്രത്തോളം അകലുന്നുവോ ഹിദായത്ത് അവർക്ക് അത്രത്തോളം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ഖുർആനിലേക്ക് എത്രത്തോളം ആളുകൾ, മുതിർന്നവരും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും, നമ്മുടെ വീടുകളിലൊക്കെ ഇന്ന് എത്രത്തോളം ഇത് പാരായണം ചെയ്യപ്പെടുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ എത്രത്തോളം ഈ ഖുർആനുമായി അടുത്ത് ബന്ധം പുലർത്തുന്നുണ്ട് പരിശോധിക്കാവുന്നതാണ്. ആ പറയുന്ന പരിശുദ്ധ ഖുർആനിലേക്ക് അടുക്കും തോറും നാം ഇന്ന് നേരിടുന്ന സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാഹു നമുക്ക് നൽകും, മുൻഗാമികൾക്ക് നൽകിയതുപോലെ. അതേപോലെ അള്ളാഹുവിന്റെ ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ അത് ലഭിച്ച ഏറ്റവും വലിയ നിഅമത്തിന്റെ ഉടമകളായി ഈ ലോകത്ത് നമുക്ക് ജീവിച്ച് മുന്നേറാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് അകന്നാലും സ്ഥിതി ഇത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂലിന് വിരുദ്ധമായി ജീവിക്കുന്ന ആളുകൾ കരുതിക്കൊള്ളട്ടെ, അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ, അവർക്ക് അതികഠിനമായ അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടും, ഫിത്ന അവരെ പിടികൂടും എന്നവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫിത്ന എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഷിർക്കിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾക്ക് വില കൽപ്പിക്കാതെ ശ്രദ്ധിക്കാതെ നിന്നാൽ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിക്കൽ, ഷിർക്ക് ചെയ്യുന്ന വ്യക്തി സിറാത്തുൽ മുസ്തഖീമിൽ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കലല്ലാതെ പിന്നെ എന്താണുള്ളത് സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. എന്റെ സുന്നത്ത് വേണ്ട എന്ന് കരുതി ആരെങ്കിലും ഒഴിഞ്ഞു പോകുകയാണെങ്കിൽ അത് ആവശ്യമല്ല. റസൂല് പഠിപ്പിച്ച സുന്നത്തിനൊന്നൊരു വിലയില്ല, അതൊന്നും അങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നില്ല. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, അവൻ നമ്മിൽപ്പെട്ടവനല്ല. റസൂലിന്റെ മാർഗം സിറാത്തുൽ മുസ്തഖീമ, റസൂൽ അതിലേക്കാണ് വഴികാട്ടിയത്. ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. അപ്പൊ ആ റസൂലിന്റെ സുന്നത്ത് വേണ്ട എന്നുണ്ടെങ്കിൽ സിറാത്തുൽ മുസ്തഖീം ഒഴിവാക്കി പോയ ആളാണ് അവൻ. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല.
വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഖദ് തറക്തു ഫീകും മാ ഇൻ തമസ്സക്തും ബിഹിമാ ലൻ തളില്ലു അബദാ. ഞാൻ നിങ്ങളിൽ 1-2 കാര്യങ്ങൾ ഒഴിവാക്കിയാണ് ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. നിങ്ങളത് മുറുകെ പിടിക്കുന്ന പക്ഷം ഒരിക്കലും നിങ്ങൾ വഴികേടിലാകൂല, ശരിയായ മാർഗത്തിലായിരിക്കും, ഹിദായത്തിലും സിറാത്തുൽ മുസ്തഖീമിലുമായിരിക്കും, ശരിയായ മുസ്ലിമീങ്ങളായിരിക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളായിരിക്കും. ലൻ തളില്ലു ബഅദി അബദാ, എന്റെ ശേഷം ഒരിക്കലും വഴികേടിലാവുകയില്ല. കിതാബുല്ലാഹി വസുന്നത്തി, കിതാബുല്ലാഹി വസുന്നത്ത്, പരിശുദ്ധ ഖുർആനും എന്റെ സുന്നത്തും. ആ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിപ്പോകുക എന്നുള്ളതല്ലാതെ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിമീങ്ങൾക്ക് മറ്റൊരു പരിഹാരമില്ല തന്നെ. യവൻ എന്ത് തന്നെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും, ആര് ഏത് തന്നെ മുന്നിൽ കൊണ്ടുവന്ന് ഉത്തമമാണ് നല്ലതാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും, ലൻ യുസ്ലിഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ അസ്ലഹ ബിഹി അവലഹാ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഈ സമുദായത്തിന്റെ ആദ്യ കാലഘട്ടത്തിലുള്ള ആളുകളെ എന്തൊന്നാണോ നന്നാക്കിയത്, ഏത് കൊണ്ടാണോ അവർ നന്നായത്, അതുകൊണ്ടല്ലാതെ ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് നന്നാവാൻ മറ്റൊരു വഴിയില്ല എന്നുള്ളത്. അവരെ നന്നാക്കിയതും അവര് നന്നായതും പരിശുദ്ധമായ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടുമാണ്. ആ ഖുർആനിനും സുന്നത്തിനും യോജിച്ച ദുന്യവിയായ ഏത് സംവിധാനങ്ങളാണെങ്കിലും അൽഹംദുലില്ലാ നമുക്കത് സ്വീകരിക്കാവുന്നതാണ്, അത് മുന്നിൽ വെക്കാവുന്നതാണ്, കൂടെ വെക്കാവുന്നതാണ്. അതിന് വിരുദ്ധമായതാണെങ്കിൽ ആര് എത്ര നല്ല നിലക്ക് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അത് വിരുദ്ധമാണ്, അത് വഴികേടാണ്, അത് ഈ മനുഷ്യന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കുന്നതാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ ചുരുങ്ങിയ നിലക്കാണ് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ശരിയായ മൻഹജിൽ നിന്ന്, മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള മറ്റൊരു കാരണം, ഖുർആനും സുന്നത്തും പഠിക്കുന്നുണ്ട്, പക്ഷെ ശരിയായ നിലക്കല്ല പഠിക്കുന്നത് എന്നുള്ളതാണ്. മുൻഗാമികളായ ആളുകൾ എങ്ങനെ പഠിച്ചു മനസ്സിലാക്കിയോ അങ്ങനെ അല്ലാത്ത നിലക്ക് വേറെ ആരെങ്കിലും അത് മനസ്സിലാക്കാൻ പോയാൽ അവനും വ്യതിചലിച്ചു പോകുന്നവനാണ്. പേരിന് ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ടാകും, ഹദീസിന്റെ ക്ലാസ്സുകളിലും ദർസുകളിലും ഉണ്ടാകും. പക്ഷേ മുൻഗാമികളായ ഖുലഫാഉർ റാഷിദുകളും സഹാബത്തും മുഹാജിരീങ്ങളും അൻസാറുകളും അവര് പഠിച്ച് മനസ്സിലാക്കിയത് പോലെ അല്ല എന്നുണ്ടെങ്കിലും അവനും ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ വ്യതിചലിച്ചു പോകും. പേരിന് അവൻ ഖുർആൻ ക്ലാസ്സിലുണ്ടാകും, പേരിന് അവൻ സുന്നത്തും ഹദീസും പഠിക്കുന്നുണ്ടാകും. നമുക്കറിയാം, ശിർക്കിന്റെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന മുസ്ലിം പേരുകളിലുള്ള ആളുകൾ അവർ ചെയ്യുന്ന ഓരോ ചടങ്ങിനും ഖുർആന്റെ തെളിവുകൾ, ആയത്തുകൾ പാരായണം ചെയ്യുന്നുണ്ട് അവര്. അതേപോലെ തന്നെ ഈ അനാചാരങ്ങൾ ചെയ്യുന്ന ആളുകൾ ഏത് വിഷയത്തിലാണെങ്കിൽ ഇന്ന ഹദീസ് ഉണ്ട് എന്നവർ പറയലുണ്ടാകും, ഇല്ലേ? അവർ പറയലുണ്ടാകും. പക്ഷേ മുൻഗാമികളായ സഹാബത്ത് ഈ ആയത്തിനും ഈ ഹദീസിനും ഈ അർത്ഥവും ഈ ആശയവുമാണോ അവർ കണ്ടത്, അവർ പഠിപ്പിച്ചത്, അവർ പ്രാവർത്തികമാക്കിയത് എന്ന് പരിശോധിച്ച് ചെന്നാൽ അവർ മനസ്സിലാക്കിയതും പഠിപ്പിച്ചതും വേറെ രൂപത്തിലായിരിക്കും. നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നതും മനസ്സിലാക്കുന്നതും വേറെ രൂപത്തിലായിരിക്കും. മരിച്ചുപോയ ആളുകളോട് ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ശിർക്ക് ചെയ്യുന്ന ഖുറാഫാത്ത് ചെയ്യുന്ന ആളുകൾ, അവരോട് ചോദിച്ചാൽ അവർ പാരായണം ചെയ്യുന്ന ഒരായത്ത്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക, നിങ്ങളുടെ മുമ്പ് മരിച്ചുപോയ ആളുകളോട്, ദൂതന്മാരായ പ്രവാചകന്മാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കി എന്നുള്ള ആയത്ത്. ആ ആയത്തിന്റെ അർത്ഥം ഇവർ പറയുന്നു, മരിച്ചുപോയ ആളുകളോട് ചോദിക്കാനില്ലേ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക, നിങ്ങളുടെ മുമ്പുള്ള മുർസലീങ്ങൾ മരിച്ചവരല്ലേ. മുൻഗാമികളായ ആളുകൾ മരിച്ചുപോയ ആളുകളോട് ചോദിക്കാനല്ല ഈ ആയത്ത് അവർ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയല്ല, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ നുബുവത്തിനെ നിഷേധിക്കുന്ന ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ കൂടെ പറഞ്ഞൊരായത്താണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദദ് എന്ന് പറയുന്ന മങ്കൂസ് മൗലിദിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ റസൂലിനോട് പാപമോചനത്തിന് തേടുന്ന വരികളും ഈരടികളും കേൾക്കുമ്പോൾ അവരോട് പറയുന്നത് ശിർക്കാണ്, തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ പറയും, വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, പ്രവാചകരെ, തെറ്റ് ചെയ്ത ആളുകൾ നിങ്ങളെടുത്ത് വന്നിട്ട് നിങ്ങൾ പൊറുക്കലിന് തേടി അവരെ നിങ്ങളോട് പൊറുക്കലിന് തേടിയാൽ അവരെ ദോഷം പുറത്തു. ആയത്തിലില്ലേ? ആയത്ത് അങ്ങനെയല്ല, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. മുൻഗാമികളായ ആളുകൾ സഹാബത്തും താബിഈങ്ങളും അർത്ഥം വിശദീകരണം അങ്ങനെയല്ല. അതേപോലെ ദിക്റുകളും സലാത്തുകളും മറ്റുള്ള ചടങ്ങുകളുമായി അനാചാരങ്ങൾ കൊണ്ടുവരുന്ന ആളുകളോട് മീലാദുൻ നബി പോലത്തെ കാര്യങ്ങൾ, അതിനവരോട് തെളിവെവിടെ എന്ന് ചോദിച്ചാൽ അവർ പക്ഷേ ആയത്തും ഹദീസുകളും നിങ്ങളുടെ മുന്നിൽ പാരായണം ചെയ്യും. പക്ഷെ മുൻഗാമികളായ സലഫുസ് സാലിഹീങ്ങളായ ആളുകൾ ആയത്തുകൾക്കും ഹദീസുകൾക്കും കൊടുത്ത അർത്ഥങ്ങൾ പരിശോധിച്ചാൽ വിരുദ്ധമായിരിക്കും. അപ്പോ പരിശുദ്ധമായ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഒരാൾ അകന്നു പോയാലും ഖുർആനും സുന്നത്തും മുൻഗാമികളായ സലഫുസ് സാലിഹീങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കിയതിന് വിരുദ്ധമായി ഒരാളത് മനസ്സിലാക്കി അമൽ ചെയ്താലും സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിച്ചു പോകും. കാര്യം കുറച്ച്
ഗൗരവമുള്ളതാണ്. നമ്മുടെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് നാം ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും അള്ളാഹു നമുക്ക് ഈ ലോകത്ത് നൽകിയ സൗകര്യങ്ങളും അവസരങ്ങളും നാം ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമൽ ജലീല ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിയായ മൻഹജിൽ നിന്ന്, ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ആളുകൾ പല തിരക്കാര് പല രൂപത്തിലായിരിക്കും. ചില ആളുകൾ തെറ്റായ ദിശയിലേക്ക് അവന്റെ ട്രാക്കും അവന്റെ വഴിയും മാറുന്നതിനനുസരിച്ച് അവന് പെട്ടെന്ന് തിരിയും, മനസ്സിലാകും, അവന് ബോധവാനാകും. അവൻ എത്രയും പെട്ടെന്ന് ഇസ്തിഗ്ഫാറും തൗബയുമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി അവന്റെ വഴി ശരിയാക്കും. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു. അള്ളാഹുവിനെ കുറിച്ച് ബോധവാന്മാരായ, ഖുർആൻ സുന്നത്ത് പഠിച്ച് മനസ്സിലാക്കി നല്ല നിലക്ക് പോകുന്ന ആളുകൾ അപ്രതീക്ഷിതമായി, മനുഷ്യ സഹജമായി ചിലപ്പോ അവർ എന്തെങ്കിലും തെറ്റുകളോ പാപങ്ങളോ ദിശ തെറ്റലോ വഴിമാറലോ സംഭവിച്ചാൽ ഉടനെ തന്നെ തദക്കറു, അവർ ഉത്ബുദ്ധരാകും, ഉത്ബോധവാന്മാരാകും, അവർ ചിന്തിക്കും. എത്രയും പെട്ടെന്ന് അവർ പശ്ചാത്താപവും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അവരുടെ വഴി ശരിയാക്കും. അവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, തൗബ ചെയ്യുന്നവർ അള്ളാഹു മാപ്പ് കൊടുക്കും, പുറത്തു കൊടുക്കും. അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് താനും. അവർ ജാഗ്രതയോടുകൂടെ ജാഗരൂകരായി ഈ ലോകത്ത് ജീവിക്കുന്നവരായിരിക്കും. മറ്റൊരു വിഭാഗം ആളുകൾ അവർ തെറ്റു ചെയ്യും, അവർ ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അവർക്കറിയും തെറ്റാണ് എന്ന്. പക്ഷേ നമ്മുടെ നാട്ടില്, ഈ സമൂഹത്തില്, ഈ ആളുകളുടെ ഇടയിൽ എങ്ങനെ ഞാൻ തിരുത്തും, എന്ത് ചെയ്യും, ആളുകൾ എന്ത് വിചാരിക്കും, ഇങ്ങനത്തെ തോന്നലുകൾ അവനെ ശരിയായ നിലക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിൽ നിന്ന്, ശരിയായ മൻഹജിലേക്ക്, വഴിയിലേക്ക് വരുന്നതിൽ നിന്ന് അവനെ തടഞ്ഞുകൊണ്ടേയിരിക്കും. ആ വ്യക്തി നല്ല വഴി സ്വീകരിച്ച് മരിക്കുന്നതിന്റെ മുമ്പ് പശ്ചാത്തപിച്ച് ശരിയായ മാർഗത്തിലേക്ക് വന്നാൽ അൽഹംദുലില്ലാ അവന് വിജയം പ്രതീക്ഷിക്കാം. നേരെ മറിച്ച് ആളുകളെ പേടിച്ചോ, കുടുംബത്തിനെ പേടിച്ചോ, സമൂഹത്തിനെ പേടിച്ചോ, നാടിനെയോ നാട്ടിലുള്ള ചടങ്ങുകളെയും മാമൂലുകളെ പേടിച്ചുകൊണ്ടോ ആ വ്യക്തി തെറ്റായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കുറ്റബോധത്തോടുകൂടെ മുന്നോട്ട് പോയാൽ ആ തെറ്റിലും പാപത്തിൽ കൂടെ അവൻ മരിച്ചു പിരിഞ്ഞു പോകുന്ന പക്ഷം അപകടത്തിലാണ്. ആ വ്യക്തി പരാജയത്തിലായിരിക്കും. അബൂ താലിബ് എന്ന് പറയുന്ന പ്രവാചകന്റെ പിതൃവിനെ കുറിച്ച് പലപ്പോഴും പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ പറയലുണ്ട്. ആ മനുഷ്യൻ അറിയുമായിരുന്നു പ്രവാചകന്റെ വഴി ശരിയാണ് എന്ന്, പ്രവാചകന്റേത് നല്ലതാണ്, പ്രവാചകൻ കൊണ്ടുവന്നത് ശരിയാണ്. ആ മനുഷ്യരെ തുറന്ന് പറയലുമുണ്ടായിരുന്നു. അങ്ങനെ ആ വ്യക്തി മരിക്കാൻ കിടക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിന്റെ സഹോദരനായ, തനിക്കൊരുപാട് താങ്ങും തണലുമായി ജീവിച്ച അബൂ താലിബിന്റെ അടുത്ത് ചെന്നു. മരിക്കാൻ കിടക്കുന്ന സമയത്ത് പ്രവാചകൻ യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കൊന്ന് പറയ് പ്രിയപ്പെട്ടവരെ, പിതൃവ്യനെ, അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ നിങ്ങൾക്ക് സാക്ഷി പറയാൻ തയ്യാറാണ്. അപ്പൊ അബൂ താലിബ് പറഞ്ഞു, മുഹമ്മദിന്റെ വഴി ശരിയാണെന്ന് എനിക്കറിയാം, നിന്റെ മാർഗം സത്യമാണെന്ന് എനിക്കറിയാം. അദ്ദേഹം മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് അബൂജഹലും മറ്റൊരു മുശ്രിക്കായ മനുഷ്യനും ആ സദസ്സിൽ അവിടെ ഉണ്ടായിരുന്നു. അബൂ താലിബ്, ഇത്രയും കാലം നിങ്ങൾ ഈ പറയുന്ന മാർഗത്തിൽ പോയി, മരിക്കാൻ കിടക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ മാർഗം ഒഴിവാക്കി മുഹമ്മദിന്റെ കൂടെ എന്ന് ചോദിച്ചു. അബൂ താലിബ് ആശയക്കുഴപ്പത്തിലായി. കുറ്റബോധമുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ സാഹചര്യങ്ങളും അടുത്തുള്ള ആളുകളും ആ മനുഷ്യരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് തടഞ്ഞു. പ്രവാചകൻ വീണ്ടും ആവർത്തിച്ചു, അവർ വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ അവസാനം അബൂ താലിബ് പറഞ്ഞു, ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ അങ്ങോട്ട് മരിച്ചു പിരിഞ്ഞു പോകാൻ. അവസാന സമയം ഇനി ആദർശം മാറ്റി, മതം മാറി എന്നൊരു ചീത്തപ്പേര് എനിക്കോ കുടുംബത്തിനോ ഞാൻ ഉണ്ടാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കരഞ്ഞുകൊണ്ട് ആ സദസ്സിൽ നിന്ന്, ആ മനുഷ്യന്റെ അടുത്തുനിന്ന് പിരിഞ്ഞു പോന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി പ്രവാചകനെ സമാധാനിപ്പിച്ച്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് ഹിദായത്തിലേക്ക് ചേർക്കാൻ സാധ്യമല്ല പ്രവാചകൻ, അത് അള്ളാഹുവിന്റെ കയ്യിലുള്ളതാണ്. അതിനർഹതയും യോഗ്യതയുമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകും, അവരാദരിക്കും, അവരെ ബഹുമാനിക്കും. അപ്പൊ ചുരുക്കത്തില് കുറ്റബോധമുണ്ടെങ്കിൽ പോലും എങ്ങനെ തിരുത്തുക? ഇത്രയും കാര്യം ഇങ്ങനെ പോയിട്ട് മറ്റുള്ള ആളുകൾ എന്ത് പറയും, മറ്റുള്ള ആളുകൾ എന്നെ കുറിച്ച് എന്ത് ധരിക്കും, മറ്റുള്ള എന്തെങ്കിലും ഭൗതികമായ ദുന്യവിയായ തടസ്സങ്ങളോ കാര്യങ്ങളോ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമല്ലാതെ പോകുന്നൊരവസ്ഥ. ഇത് വേറൊരു വിഭാഗം ആളുകളാണ്. മറ്റൊരു വിഭാഗം ആളുകൾ തെറ്റായ കാര്യങ്ങളിൽ കൂടെ നിരന്തരം അവർ യാതൊരു ബോധവും ശ്രദ്ധയുമില്ലാതെ അശ്രദ്ധയിലായിക്കൊണ്ട് ജീവിച്ച് അതിലായിക്കൊണ്ട് മരിച്ചു പിരിഞ്ഞു പോകേണ്ടുന്ന ഹതഭാഗ്യരായ ആളുകൾ. ഒരു പക്ഷേ ഹിദായത്ത് അവർക്ക് ലഭിച്ചിട്ടേ ഉണ്ടാവില്ല.
അതല്ലെങ്കിൽ കിട്ടിയ മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ച് ഇസ്ലാമിന്റെ കാര്യങ്ങൾ കുറച്ചു കേട്ട് മനസ്സിലാക്കി പിന്നീട് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഹതഭാഗ്യത അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാലാമത്തെ കുറച്ചുകൂടി കടുപ്പമുള്ള മറ്റൊരു വിഭാഗം ആളുകൾ ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ മൻഹജിലും അഖീദയിലും സലഫിയ്യത്തിലും തൗഹീദിലും പോകുന്ന ആളുകൾ അവരാണ് പേഴ്ചവർ, അവരാണ് തെറ്റിന്റെ ആളുകൾ എന്ന ധാരണ വെച്ച് പുലർത്തിക്കൊണ്ട് പാപകരമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നവര് അവര് ഏറ്റവും വലിയ പരാജയത്തിലാണ്. അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയരായി ഈ ലോകത്ത് ജീവിക്കേണ്ടുന്നവരാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീന് ശരിയാ നിലക്കത് പഠിക്കാനും അത് മനസ്സിലാക്കാനും നമുക്ക് ഈ ലോകത്ത് ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിനോട് നിരന്തരം നാം സഹായത്തെ തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ അടിയുറച്ചു നിർത്താൻ നിരന്തരം അള്ളാഹുവിനോട് നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم عليك بأعداء الإسلام والمسلمين. اللهم عليك بهم فإنهم لا يعجزونك. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. يا حي يا قيوم برحمتك نستغيث. أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين.